പോകുന്നതാണ് ക്ലൗൺ ക്യാപ്പ്. അതിനെന്തൊക്കെ നമുക്ക് വേണ്ടത് നോക്കാം. കളർ പേപ്പേഴ്സ്, സ്കെയില്, കത്രിക, പശ, പെൻസില്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ 3 കളർ പേപ്പർ എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി അട്ടിക്ക് കൂട്ടാം. പേപ്പർ ഞാൻ അട്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇനി താഴെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി അതേപോലെ മുകളിലും ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി മാർക്ക് ചെയ്ത 2 പോയിന്റും കൂടി ഒരു ലൈൻ വരയ്ക്കാം. ഈ പോയിന്റിന് ഈ കോർണർക്ക് വരെ നമ്മൾ വരയ്ക്കണം. ഇനി പോയിന്റിന് ഈ കോർണർ വരെ നമ്മൾ ട്രയാങ്കിൾ പോലെ വരയ്ക്കാം. ഇപ്പൊ ഇതുപോലെ ആയിട്ടുണ്ട്. ഈ 2 ട്രയാങ്കിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാ പേപ്പറും കൂടി ഒരുമിച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ 2 ഭാഗം നമുക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് ആണ്. നമുക്കിവിടെ 6 ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ട്രയാങ്കിൾ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ വേറൊരു പേപ്പർ എടുക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് ഈ ഹെഡിന്റെ അളവിൽ നമ്മൾ ബാൻഡ് ഉണ്ടാക്കണം. നമ്മൾ ബാൻഡ് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. നമുക്കത് കട്ട് ചെയ്യാം. സ്റ്റിപ്പുകൾ നമ്മൾ ഒട്ടിച്ചെടുക്കാം. ഇനി ഓരോ ട്രയാങ്കിൾ ആയി എടുത്തിട്ട് സ്ട്രിപ്പിൽ ഒട്ടിക്കണം. ഫസ്റ്റ് ട്രയാങ്കിൾ ഒട്ടിച്ചിരിക്കണേ. നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ ഒട്ടിക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ. ഈ ട്രയാങ്കിൾ ഒട്ടിക്കുമ്പോൾ കുറച്ച് റെഡിന്റെ മുകളിലേക്ക് ആക്കിക്കാണ്ട് ഒട്ടിക്കാം. നെക്സ്റ്റ് ട്രയാങ്കിൾ ഒട്ടിക്കുക. ഈ ഗ്രീൻ റെഡും ഒട്ടിച്ച പോലെ തന്നെ ഗ്രീനക്ക് ബ്ലൂ ഒട്ടിക്കാം. ഇനി വീണ്ടും റെഡ് എടുക്കുക, പിന്നെ ഗ്രീൻ എടുക്കുക, ബ്ലൂ എടുക്കുക, അങ്ങനെ എല്ലാ കളറും ഒട്ടിക്കാം. ഇപ്പൊ എല്ലാ ട്രയാങ്കിളും ഒട്ടിച്ചിങ്ങനെ ഇനി ഈ സ്ട്രിപ്പ് റൗണ്ട് ആയിട്ട് ഒട്ടിക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ കുറച്ച് പണി കൂടി ഉണ്ട്. നമുക്ക് 6 സർക്കിൾസ് വെട്ടിക്കാം. സർക്കിൾസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി
പോയിന്റിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുക ഈ 6 സർക്കിൾസ്. ഈ സർക്കിൾ ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒട്ടിക്കാം. അങ്ങനെ എല്ലാ സർക്കിളും ഒട്ടിക്കാം. ഇനി എല്ലാ ട്രയാങ്കിളും പുറത്തോട്ട് ഇങ്ങനെ ചെറുതായിട്ട് വലിച്ചെടുക്കാം. നമ്മൾ ക്യാപ്പ് റെഡി. നമുക്കൊന്ന് ഇട്ടോക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നമുക്ക് ഹാപ്പി ബർത്ത്ഡേ വേണമെങ്കിൽ എഴുതാം, നമ്മൾ നെയിം എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. ഞാൻ ഇവിടെ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. സൂപ്പർ അല്ലേ? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു?